Hey all, welcome back to yet another vlog. ഇത് ഒരു ബാക്ക് ടു റുട്ടീൻ വ്ളോഗാണ്. എവിടെയെങ്കിലും ട്രിപ്പ് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ വെരി നെക്സ്റ്റ് ഡേ കാര്യങ്ങൾ കുറച്ചുകൂടി സിമ്പിൾ ആക്കാൻ വേണ്ടി ഞാൻ എപ്പോഴും ട്രൈ ചെയ്യും. ബിക്കോസ് ട്രിപ്പിൽ പോയപ്പോൾ ഒരു ബ്രേക്ക് വന്നിട്ടുണ്ടായിരുന്നു. തിരിച്ച് നമ്മുടെ റുട്ടീനിലേക്ക് വരണമെങ്കിൽ കുറച്ചുകൂടി പ്രോസസ്സ് സിമ്പിൾ ആക്കിയാൽ നമുക്ക് അത്ര ബേർഡൻ ആയിട്ട് തോന്നത്തില്ല. അപ്പം വന്ന അന്ന് തന്നെ ഞാൻ ദോശയ്ക്ക് പൊതിർത്ത് വെച്ചു. നെക്സ്റ്റ് ഡേ മോർണിംഗ് എടുക്കാൻ വേണ്ടിയാണ്. ബൈ ദ വേ, ഞാൻ മീൽ പ്ലാനിങ് ഇന്ന് ചെയ്തിരിക്കുന്നത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ലി സാമ്പാറും ഉച്ചക്ക് ചോറ്, ദാല്, ബീഫ് ഫ്രൈ, പിന്നെ ഒരു തോരനും വെക്കുന്നുണ്ട്. ഈ ഇഡ്ലി ദോശ ബാറ്റർ എല്ലാവർക്കും അറിയായിരിക്കും. അറിയാത്തവർക്ക് വേണ്ടി, ഇല്ലെങ്കിൽ ഞാൻ എങ്ങനെയാ ചെയ്യുന്നതാണ് ഞാൻ ഇതിനകത്ത് ഷെയർ ചെയ്യുന്നത്. ഞാൻ റൈസ് എടുത്തപ്പോൾ കുറച്ച് റൈസ് കുറവായിരുന്നു. അപ്പോൾ ഞാൻ 1 കപ്പ് അളവിനാണ് പച്ചരി എടുത്തത്. 1/4 കപ്പ് ഉഴുന്നെടുത്തു. കുറച്ച് ഉലുവ ഇട്ട് 3 hours ഒന്ന് പൊതിർത്ത് വെച്ചു. രാത്രി കുറച്ച് ലേറ്റായി ഞാനത് അരച്ചെടുക്കാനായിട്ട്. അരച്ചെടുത്ത സമയത്ത് അതിൻ്റെ കൂടെ തന്നെ ചോറ് ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു. പൊന്നി റൈസ് വെച്ചിട്ടുള്ള ചോറായിരുന്നു ഞാൻ ചേർത്തത്. നമ്മുടെ നാടൻ ആ ഒരു മട്ട റൈസ് ആണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. എന്നിട്ട് അത് അരച്ചെടുത്തു. അരച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ ആ വെള്ളമില്ലേ, അത് ആ ഒരു ഫെർമെൻറ്റഡ് വാട്ടർ തന്നെ യൂസ് ചെയ്തു. നമ്മൾ ആ ഒരു പൊതിർത്ത് വെച്ച ആ ഒരു വെള്ളം തന്നെ യൂസ് ചെയ്തു. ലേശം ഉപ്പും ലേശം ഷുഗർ ഇട്ടിട്ടാണ് വെച്ചത്. പക്ഷെ നെക്സ്റ്റ് ഡേ മോർണിംഗ് നോക്കിയപ്പോൾ അതൊന്നും പൊന്തി വന്നിട്ടുണ്ടായിരുന്നില്ല. സംഭവം എന്താണെന്ന് വെച്ചാൽ ഒന്ന് തണുപ്പ്, പിന്നെ 12 hours ഗ്യാപ്പ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ച് കൂടി വെച്ചു. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ ഇന്നലെ രാത്രി ബീഫ് ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുത്തു ഉച്ചക്കത്തേക്ക് വേണ്ടി. എന്നിട്ട് ദാലിനും സാമ്പാറിനുള്ള പരിപ്പ് ജസ്റ്റ് ഒന്ന് കഴുകി അടച്ചു വെച്ചു. ചൂട് വെള്ളത്തിൽ നമ്മൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരു 15 to 20 minutes വെച്ചാൽ മതി. ഞാൻ യൂസ് ചെയ്തത് മസൂർ ദാലാണ്. അതൊന്ന് വെക്കണം നിർബന്ധമല്ല. പക്ഷെ നമ്മൾ കുറച്ച് നേരം ഒന്ന് കുതിർത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ആവുകയും ചെയ്യും. ഇതേപോലെ തന്നെ നമുക്ക് എന്തും ചെയ്യാം കേട്ടോ. കടലായിക്കോട്ടെ, പരിപ്പായിക്കോട്ടെ, പയറ് ആയിക്കോട്ടെ, എന്തായാലും നമ്മൾ തലേന്ന് വെക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ രാവിലെ എണീറ്റ പാടെ നന്നായിട്ട് കഴുകിയിട്ട് നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് വെച്ചാൽ മതി. ഒരു കാസറോളില വെക്കണമെങ്കിൽ, ഒരു എയർ ടൈറ്റ് കാസറോളില വെക്കണമെങ്കിൽ 1/2 hour വെച്ചാൽ നമുക്കതൊരു കുക്ക് ചെയ്യാനുള്ള പരിവായി കാണും. ഇല്ലെങ്കിൽ സാധാരണ പാത്രത്തിൽ ചുമ്മാ ഒരു അടപ്പ് വെച്ച് അടച്ച് വെക്കണമെങ്കിൽ ഒരു 1 hour വെക്കേണ്ടി വരും. നല്ല തിളച്ച വെള്ളം ആയിരിക്കണം കേട്ടോ. അപ്പോൾ മീൻ വായിൽ ഞാൻ ലോണ്ട്രിയുടെ പരിപാടി ചെയ്യുന്നുണ്ട് സൈഡ് ബൈ സൈഡ് ആ ഒരു ടൈമിൽ. എന്നിട്ട് അപ്പോഴത്തേക്ക് നമ്മുടെ പരിപ്പ് ആയിട്ടുണ്ട്. എന്നിട്ട് ഞാനതൊന്ന് കുക്കറിൽ ജസ്റ്റ് രണ്ടും കൂടിയാണ് ഇതിനകത്ത്, സാമ്പാറിനും നമ്മുടെ ദാലിനുള്ള പരിപ്പും കൂടിയാണ്. ഇതൊന്ന് ഞാൻ ദാലിനുള്ളത് മാറ്റി വെച്ചിട്ട് പിന്നെ സാമ്പാർ ജസ്റ്റ് ഒന്ന് താളിച്ചിട്ട് ഇടും. ഞാൻ ആക്ച്വലി ഉണ്ടാക്കുന്നത് ഉള്ളി സാമ്പാറാണ്, പച്ചക്കറി സാമ്പാറല്ല. ഇവിടെ ഇടയ്ക്ക് ഞാൻ രാവിലെ ഉള്ളി സാമ്പാറാക്കും. ശരിക്കും ഇത് ഉണ്ടാക്കേണ്ടത് ചെറിയുള്ളി വെച്ചിട്ടാണ്. എൻ്റെ കയ്യിൽ ചെറിയുള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു സവോള എടുത്തു, നല്ല വലിയ ക്യൂബ്സ് ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തു. ബേസിക് ഒന്ന് താളിച്ചെടുത്തു. അതായത് കടുക്, നമ്മുടെ ഉലുവ, കരിവേപ്പില, റെഡ് ചില്ലി, ഇതൊക്കെ വെച്ചിട്ട് വെളിച്ചെണ്ണയിൽ താളിച്ചെടുത്തു. തക്കാളി ഇട്ടു, ഈ സവോള ഇട്ട് നന്നായിട്ട് സ്റ്റിർ ചെയ്ത് കൊടുത്തു. എന്നിട്ട് സാമ്പാർ മസാല ഇട്ടത്. പിന്നെ നമ്മൾ ആ ഒരു വേവിച്ച ദാലല്ലേ, അതിനൊരു 4 ഇതുപോലത്തെ വലിയ സ്പൂൺ വെച്ചിട്ട് എന്നിട്ട് പുളിവെള്ളം ഒഴിച്ചു കൊടുത്തു. എത്രേ ഉള്ളൂ. ഇതിന് പകരം നിങ്ങൾക്ക് വേവിച്ച പച്ചക്കറികൾ ഉണ്ടെങ്കിൽ അതിടാം. ഇല്ലെങ്കിൽ ഈ സാമ്പാറിന് മാത്രമാണ് നിങ്ങൾ ദാൽ എടുക്കുന്നതെങ്കിൽ ദാൽ വേവിക്കുന്ന സമയത്ത് പച്ചക്കറി കൂടി ഒരുമിച്ചിട്ട് വേവിക്കാനും പറ്റും. പക്ഷെ ഞാൻ രണ്ടിനും കൂടി എടുത്തത് കൊണ്ട് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തു എന്ന് മാത്രം. അപ്പം നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. എൻ്റെ സൈഡ് ബൈ സൈഡ് ചമ്മന്തിക്കുള്ളത് ഞാൻ റെഡിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഫിനിഷ് ചെയ്യാനായിട്ട് സാമ്പാറിന് മുകളിൽ നമ്മൾ കുറച്ച് കൊറിയാണ്ടർ ലീവ്സ് ഒക്കെ ജസ്റ്റ് ഒന്ന് ചോപ്പ് ചെയ്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് എൻഹാൻസ് ചെയ്യും കേട്ടോ. അത് ഓപ്ഷണലാണ്. എന്നിട്ട് ചമ്മന്തി ജസ്റ്റ് ഒന്ന് അരച്ചെടുത്തിട്ട് താളിച്ചിട്ട് ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. വൈറ്റ് ചട്നിയാണ്, അതായത് വൈറ്റ് ചമ്മന്തിയാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പം അതൊന്നുമില്ല, വെറും തേങ്ങയും പച്ചമുളക്, ഇഞ്ചി, ചെറിയ പീസ് ചെറിയ ഉള്ളി, പിന്നെ കരിവേപ്പില, ഒരു ചെറിയ പീസ് ഞാൻ മുളക് ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് അരച്ചെടുക്കുക. എന്നിട്ട് ബേസിക് ആയിട്ടുള്ള താളിക്കലല്ലേ, അത് വെച്ചിട്ട് താളിച്ചാൽ മതി. ഞാൻ സൈഡ് ബൈ സൈഡ് ചോറും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ദാലും പിന്നെ ഇതൊക്കെ വേവിക്കുന്ന സമയത്ത് ഒരു ബർണറിൽ ചോറാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ചോറും ഉച്ചക്കത്തുള്ള ദാലും ആയി. ദാലിന് ഞാനിങ്ങനെ താളിക്കാനായിട്ട് മാത്രമേ ബാക്കിയുള്ളൂ. പിന്നെ നമുക്ക് വെജിറ്റബിൾ മാത്രം ഉണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പൊ ഞാൻ ദോശയുടെ ബാറ്റർ എടുത്ത് നോക്കിയപ്പോൾ സത്യം പറഞ്ഞാൽ വിചാരിച്ചു, ഇപ്പോഴും ഞാൻ വിചാരിച്ച മാതിരി ഇതൊന്നും പൊന്തി വന്നിട്ടില്ല. എന്താന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. പൊതുവേ ചെയ്യുന്ന ഒരു കാൽക്കുലേഷൻ എല്ലാം, അതായത് മെഷർമെന്റ്സ് എല്ലാം കറക്റ്റാണ്. പക്ഷേ ഈ ഇഡ്ലി ഉണ്ടാക്കിയെടുത്തപ്പോൾ അടിപൊളിയില്ലായിരുന്നു. എനിക്ക് ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു എക്സൈറ്റ്മെന്റ് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല.
എനിക്ക് ഒരിക്കലും പണ്ട് ഈ ദോശ ഇഡ്ഡലി ചെയ്യുമ്പോൾ ഉണ്ടല്ലോ കറക്റ്റായിട്ട് വരത്തില്ല. ജസ്റ്റ് ബേസിക്കായിട്ട് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ നാട്ടിൽ തോന്നുന്നു, അതായത് ലക്ഷദ്വീപിൽ ഇഡ്ഡലി ദോശ വീട്ടിലൊന്നും ഉണ്ടാക്കുന്നില്ല. ഞാൻ ഇവിടെ വന്നിട്ടാണ് ഇതൊക്കെ പഠിച്ചത്. വെരി റീസെൻ്റ്ലി ആണ് ശരിക്കും ഈ ബാറ്റർ ഉണ്ടാക്കാൻ പഠിച്ചത് തന്നെ. ഞാനിത് ഇഡ്ഡലി എടുത്തപ്പോൾ എനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റും ഒരു സന്തോഷവും ഉണ്ടായിരുന്നു. എനിക്കത് കേൾക്കുമ്പോൾ ഇച്ചിരി ഒരു ഇതായിട്ട് തോന്നും, പക്ഷേ നമുക്കിങ്ങനെ കുറേ ട്രൈ ചെയ്തിട്ട് ഒരു സാധനം നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് വരുമ്പോൾ നമുക്കൊരു സന്തോഷം കിട്ടൂലേ. അത് തന്നെയായിരുന്നു എൻ്റെ അവസ്ഥ. അപ്പം ഇതേപോലെ തന്നെയാണ് യൂഷ്വലി ഞാൻ എവിടെയെങ്കിലും പോയി വന്നിട്ട് ആ ഒരു റുട്ടീൻ മാറുമ്പോൾ ട്രൈ ചെയ്യുന്നത്. അതായത് ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ഉള്ളത് ജസ്റ്റ് ഒന്ന് ക്ലബ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യാം. അപ്പോൾ നിങ്ങളും നല്ല തിരക്ക് പിടിച്ച ദിവസങ്ങളിലാണെങ്കിൽ, ഇല്ലെങ്കിൽ ഇങ്ങനെ എവിടെയെങ്കിലും പോയി വന്നിട്ട് നമുക്ക് എന്താ ഉണ്ടാക്കേണ്ടത്, രാവിലെ എണീറ്റ് എല്ലാം റെഡിയാക്കേണ്ടത്, അങ്ങനത്തെ ദിവസങ്ങളാണെങ്കിൽ തലേന്ന്, ഇതിപ്പോൾ ദോശ ഇഡ്ഡലി ആണെങ്കിൽ രാവിലെ വലിയ പണിയൊന്നും കാണത്തില്ല. ഇതേസമയം പുട്ട് യൂസ് ചെയ്യാം, ബിക്കോസ് ദാറ്റ്സ് ഓൾസോ വെരി സിമ്പിൾ അല്ലേ. പിന്നെ ബീഫ് ഞാൻ ഓൾറെഡി സൈഡിൽ ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ തലേന്ന് രാത്രി തന്നെ ഞാൻ ബീഫ് വേവിച്ച് വെച്ചു, ബിക്കോസ് രാത്രി ബീഫ് റോസ്റ്റ് ആയിരുന്നു എടുത്തത്. അപ്പോൾ തന്നെ കുറച്ച് അധികം വെച്ചു. അപ്പോൾ അതാകുമ്പം എനിക്ക് നെക്സ്റ്റ് ഡേ ലഞ്ചിന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ബീഫ് പോലത്തെ ഐറ്റംസ് ആകുമ്പോൾ അങ്ങനെ നാടനായിട്ടുള്ള സംഭവങ്ങളല്ല, അങ്ങനത്തെ വിഭവങ്ങളാകുമ്പോൾ നമുക്ക് നെക്സ്റ്റ് ഡേ ആകുമ്പോൾ ടേസ്റ്റ് കുറച്ചുകൂടി എൻഹാൻസ് ചെയ്ത് കുറച്ചുകൂടി കൂടത്തേ ഉള്ളൂ. പിന്നെ ഞാൻ പർച്ചേസിന് ഒന്നും പോയിട്ടുണ്ടായിരുന്നില്ല. ഫ്രിഡ്ജിലുള്ള വെജിറ്റബിൾസ് എന്താണെന്ന് നോക്കിയപ്പോൾ കുറച്ച് ക്യാരറ്റ് ബാക്കിയുണ്ട്, ഒരു പൊട്ടറ്റോ ഉണ്ട്, 2-3 ബീൻസും ഉണ്ട്. അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ എല്ലാം കൂടി ഒരുമിച്ച് ചോപ്പ് ചെയ്ത് ചെറിയ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തെടുത്തു. ചെറിയ പീസ് ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയും എടുത്തു, നന്നായിട്ട് ചതച്ചെടുത്തിട്ട് എല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കലാണ്. പക്ഷേ ബേസിക് ആയിട്ടുള്ള ആദ്യം ഒരു കടുക് വെച്ച് താളിച്ചു, ജസ്റ്റ് കറിവേപ്പില, ഉണക്കമുളക് ഇട്ടു. പച്ചമുളക് പോലും ഇല്ലായിരുന്നു എൻ്റെ കയ്യിൽ സത്യത്തിൽ. എന്നിട്ട് ഞാൻ ഇതെല്ലാം വെജിറ്റബിൾസ് ഇട്ടു നന്നായിട്ട് സ്റ്റിർ ഫ്രൈ ചെയ്തെടുത്തു. അപ്പോഴത്തേക്ക് നമ്മൾ ഇതും റെഡിയായി. എന്നിട്ട് ദാലിനെ താളിക്കാൻ മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. ദാല് താളിക്കാനായിട്ട് വെരി സിമ്പിൾ ബേസിക് ദാലാണ്. ഞാൻ ഒരു മസാലയും, ഒരു ഗരം മസാല, മല്ലിപ്പൊടി, മുളക് പൊടി ഒന്നും യൂസ് ചെയ്തിട്ടില്ല. കടുക് താളിച്ചു, സവോള ഇട്ടു, കറിവേപ്പില ഇട്ടു, ഉണക്കമുളക് ഇട്ടു, ജസ്റ്റ് ഒന്ന് സ്റ്റിർ ചെയ്ത് കൊടുത്തു. ഗീയിലാണ് ചെയ്യുന്നതെങ്കിൽ ഭയങ്കര ഫ്ലേവർ ഉണ്ടാവും, നന്നായിട്ട് ടേസ്റ്റും വരും. ഗീ തീർന്നിരിക്കുന്നതുകൊണ്ട് ഞാൻ റൈസ് ബ്രാൻ ഓയിലായിരുന്നു യൂസ് ചെയ്തത്. അഥവാ നിങ്ങൾക്ക് രണ്ടും കൂടി മിക്സ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. അതായത് റൈസ് ബ്രാൻ ഓയിൽ ജസ്റ്റ് ഒന്ന് താളിച്ചിട്ട് ദാൽ ഒഴിക്കുക. എന്നിട്ട് എടുക്കാൻ നേരത്ത് ഒരു സ്പൂൺ ഗീ ഇട്ട് കൊടുക്കുക, കുറച്ച് കൊറിയാണ്ടർ ലീവ്സ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ലഞ്ച് ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ് രണ്ടും ഉഷാറായിട്ട് റെഡി ആയിട്ട് കിട്ടി. അപ്പോൾ ഹോപ്പ് യു ലൈക്ക് ദിസ് വ്ലോഗ്. ഇതുപോലത്തെ റുട്ടീനിൽ ചേഞ്ച് വരുമ്പോൾ, ഇല്ലെങ്കിൽ എവിടെയെങ്കിലും പോയിട്ട് വന്നിട്ട് നിങ്ങൾ നെക്സ്റ്റ് ഡേ കുറച്ചുകൂടി ഇതുമാതിരി സിമ്പിൾ ആക്കാൻ നോക്കുക. ബിസി ആവുന്ന ദിവസങ്ങളിൽ ഇതുമാതിരി മെയിൻ പ്ലാൻ ചെയ്യാൻ നോക്കുക. ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് യു. ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ബിലോ യുവർ ഒപ്പീനിയൻസ്, ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വ്ലോഗ്. ബൈ ബൈ.